സ്വർഗത്തിലെ പോലെ ഭൂമിയിലാക്കണേ. സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാക്കണേ. നിൻ ഹിതം ചെയ്തോ നാം നിൻ സൂതനെ പോലെ. ഇന്നു ഞാൻ വരുന്നേ നിൻ ഹിതം ചെയ്യുവാൻ. ഇന്നു ഞാൻ വരുന്നേ നിൻ ഹിതം ചെയ്യുവാൻ. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി നിന്റെ ഇഷ്ടം. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. ഇപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. നമ്മുടെ രണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. കഴിഞ്ഞ രാത്രിയിൽ നമ്മുടെ നടുവിൽ ഇറങ്ങി വന്ന് പ്രവർത്തിച്ച ദൈവം ഇന്ന് നമ്മെ അനുഗ്രഹിപ്പാൻ കടന്നു വന്നിരിക്കുന്നതിനാൽ രാജാതിരാജാവിനെ സ്തുതിക്കാം. വേദനയോട് വന്ന ചിലരെ യേശു തൊട്ട് പഠിപ്പിച്ചുവല്ലോ. അത് നാം കഴിഞ്ഞ ദിവസം സാക്ഷ്യത്തിലൂടെ കേട്ടുവല്ലോ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. നന്ദി യേശുവേ, നന്ദി. ഞങ്ങളുടെ രാജാവ് കർത്താവുമായുള്ളത് ഞങ്ങളുടെ നടുവിൽ അവിടെ നെടുതള്ളി വന്നിരിക്കുന്നതിനാൽ സ്തോത്രം. എന്റെ നാമത്തിൽ 2 3 പേർ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ ഞാൻ ഉണ്ടായെന്ന വാക്ക് പറഞ്ഞ കർത്താവ് ഞങ്ങളുടെ നടുവിൽ എഴുന്നള്ളി വന്നിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികളിൽ വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന്റെ പകർച്ചകൾ അനുഭവിക്കട്ടെ. ബലഹീനദാസൻ പെരുമൻപിൽ നിൽക്കുന്നു, ജനത്തെ പാതകത്തിലായിരിക്കുന്നു. ഇപ്പോൾ പരിശുദ്ധാത്മാവടിയിൽ നിറയണമേ. അദ്ദേഹത്തെ ഞങ്ങളതാക്കി എടുക്കണമേ. ജനത്തോടുള്ള അരുളപ്പാട് അവിടുന്ന് പ്രസ്താവിക്കണമേ. ജനത്തെ രക്ഷയിലേക്ക് നടത്തണമേ. ആത്മചൈതന്യത്തിലേക്ക് നടത്തണമേ. ദൈവ കൃപ പകരണമേ. എല്ലാ നിലകളിലും യേശുവിന്റെ നാമം മഹത്വപ്പെടുവാനിടയാണ്. അങ്ങനെ ചെയ്യുന്നതിനാൽ സ്തോത്രം. തിരുനാമം മഹത്വപ്പെടണം, ആശീർവദിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ എല്ലാവർക്കും ഇരിക്കാം. ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി സ്തുതിക്കണം. സ്തുതിയോട് വചനത്തെ സ്വീകരിക്കണം. അപ്പോഴാണ് അനുഗ്രഹം. ഞാൻ ഇതിന്റെ ഒരു ഭാഗം കഴിഞ്ഞ ദിവസം ഞാൻ പ്രസംഗിച്ചു. ഇന്ന് അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഞാൻ ഇന്നലെ പ്രസംഗിക്കുവാൻ തുടങ്ങിയത് വിജയകരമായ ക്രിസ്തീയ ജീവിതം. ജയിക്കുന്നവൻ ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ജയിക്കണമെങ്കിൽ, അതെ, ക്രിസ്തീയ ജീവിതം വിജയപ്രദമായി തീരണമെങ്കിൽ എന്നാണ് നാം കഴിഞ്ഞ ദിവസം ചിന്തിക്കുവാൻ തുടങ്ങിയത്. സ്തോത്രം. ഒരു ക്രിസ്തീയ ജീവിതത്തെ 3 ഘട്ടങ്ങളായി വേർതിരിച്ച് സംസാരിക്കുവാൻ തുടങ്ങി. അതിൽ 1ാം ഘട്ടം ഒരു ആരംഭം അല്ലെങ്കിൽ ജനനം. ആമേൻ. 2ാം ഘട്ടം ജീവിതം. 3ാം ഘട്ടം അന്ത്യം അല്ലെങ്കിൽ റിസൾട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അതിന്റെ 1ാം ഘട്ടം ആരംഭം അല്ലെങ്കിൽ ജനനം. ആമേൻ. ക്രിസ്തീയ ജീവിതത്തിന് ഒരു ആരംഭമുണ്ട്. എത്ര പേർ പറയുന്നു ഒരു സ്പിരിച്വൽ ബർത്ത് നമുക്കുണ്ട്? ആമേൻ. ജഡത്തിൽ ജനിച്ചവൻ ആത്മാവിൽ ജനിക്കുന്ന ഒരു ദിവസമുണ്ട്. ആത്മാവിൽ ജനിക്കുമ്പോഴാണ് അവൻ ക്രിസ്ത്യാനിയായി മാറുന്നത്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്ത്യാനിത്വം പാരമ്പര്യത്തിന്റെ തുടർച്ചയല്ല, യഹൂദ മതത്തിന്റെ തുടർച്ചയല്ല ക്രിസ്ത്യാനിത്വം. ആമേൻ. പഴയ തുണിയോട് കോടിത്തുണി കണ്ടത്ത് ചേർത്ത് തുന്നുമാറില്ല. പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകരുമാറുമില്ല. അതുകൊണ്ട് യഹൂദ മതത്തിന്റെ തുടർച്ചയല്ല ക്രിസ്തീയ ജീവിതം. ആമേൻ. പാരമ്പര്യത്തിന്റെ തുടർച്ചയല്ല ക്രിസ്തീയ ജീവിതം. യേശു കർത്താവ് ഇപ്രകാരം പറഞ്ഞു. ആമേൻ. സ്തോത്രം. നിങ്ങൾ അബ്രഹാമിന്റെ മക്കൾ എന്ന് പറയുവാൻ തുനിയരുത്. ആമേൻ. അബ്രഹാമിന് കല്ലുകളിൽ നിന്ന് മക്കളെ ഉരുവാക്കുവാൻ കഴിയും എന്നാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്.
ലൂക്കോസ് 3:8 ഹല്ലേലൂയ, ആമേൻ. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പാരമ്പര്യമായി അബ്രഹാമിന്റെ മക്കൾ എന്ന് ഇവർ പറയാൻ തുനിയുന്നു, ആമേൻ. എന്നാൽ അബ്രഹാം ഇവരുമായി ആത്മീക ബന്ധത്തിൽ ഒന്നുമില്ല. അബ്രഹാം വിശ്വാസികളുടെ പിതാവാണ്. പ്രൈസ് ദി ലോർഡ്, ആമേൻ. അബ്രഹാം വിശ്വാസികളുടെ പിതാവാണ്. എന്നാൽ അബ്രഹാം വിശ്വാസികളുടെ പിതാവായിരിക്കുമ്പോൾ ഇവരെന്ത് ചെയ്യുന്നു? ഞാൻ അബ്രഹാമിന്റെ മക്കൾ, ഞങ്ങൾ അബ്രഹാമിന്റെ മക്കൾ. കർത്താവ് പറഞ്ഞു, ഇല്ല, പാരമ്പര്യത്തിന്റെ തുടർച്ചയല്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറയുന്നത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. പിന്നെയോ, സ്തോത്രം, നിങ്ങൾ ഹല്ലേലൂയ വിശ്വാസികളായി മാറണം. മാനസാന്തരത്തിനൊത്ത ഫലം കായ്ക്കുന്നവരായിരിക്കണം. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. മാനസാന്തരത്തിനൊത്ത ഫലം കായ്ക്കുന്നവരായിരിക്കണം. സ്തോത്രം. അതേ പ്രിയപ്പെട്ടവരെ, പാരമ്പര്യത്തിന്റെ തുടർച്ചയെല്ലാം ക്രിസ്ത്യാനിത്വം. ആമേൻ. ഞാൻ പറഞ്ഞു, ക്രിസ്തുവിന്റെ സഭ ഒന്നാണ്. അതിൽ പേർ ചേർക്കുന്നത് യേശു ക്രിസ്തുവാണ്. രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. എന്നാണ് നീ രക്ഷിക്കപ്പെടുമോ അന്ന് നിന്റെ പേര് ക്രിസ്തുവിന്റെ സഭ രജിസ്റ്ററിൽ എഴുതപ്പെടും. എത്ര വർഷം നീ ആലയത്തിൽ പോയെന്നല്ല, നിന്റെ വീട്ടിൽ ബൈബിൾ ഉണ്ടോ ഇല്ലയോ എന്നല്ല, പാഠപുസ്തകം ഉണ്ടോ ഇല്ലയോ എന്നല്ല, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും നീ പ്രാർത്ഥിക്കുന്നുവോ ഇല്ലയോ എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല, പാടി പ്രാർത്ഥിക്കുന്നുവോ എന്നതല്ല. ആമേൻ, സ്തോത്രം. പിന്നെയോ, എന്നാണ് വീണ്ടും ജനനം പ്രാപിക്കുമോ, എന്നാണ് പുതുതായി ജനിക്കുമോ അന്നാണ് നിന്റെ പേർ എഴുതപ്പെടുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഈ പേർ എഴുതപ്പെടാത്ത ആരും നമുക്കറിയാം. വേദപുസ്തകത്തിൽ യിരെമ്യാ പ്രവചനം 17:13 പറയുന്നു, എന്നെ വിട്ടു പോകുന്നവന്റെ പേര് ഞാൻ മണ്ണിൽ എഴുതി വെക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. പുതുതായി ജനിക്കുന്നവന്റെ പേര് മണ്ണിൽ എഴുതും. ആമേൻ. സ്വർഗ്ഗത്തിൽ എഴുതും, ജീവപുസ്തകത്തിൽ എഴുതും. വിട്ടുപോയവന്റെ പേര് മണ്ണിൽ എഴുതും. അത് മാഞ്ഞു പോകും, മണ്ണോട് മണ്ണായി പോകും. ഹല്ലേലൂയ. അത് തീക്കിരയായി തീരും. എന്നാൽ ജീവപുസ്തകത്തിൽ നിന്റെ പേര് ഉണ്ടോ ഇല്ലയോ എന്ന് ഇന്ന് നീ പരിശോധിച്ചറിയണം. അതിന്റെ യാഥാർത്ഥ്യം നീ ഗ്രഹിച്ച ശേഷം ക്രിസ്തീയ ജീവിതം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് അനേകർ അത് ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നെയും പറയട്ടെ. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത്? വേദപുസ്തക വചനത്തിൽ പറയുന്നു, റോമർ 10:9-10, യേശുവിനെ കൈക്കൊണ്ടവന്റെ, യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. നീതിക്കായി വിശ്വസിക്കുന്നു, രക്ഷയ്ക്കായി ഏറ്റുപറയുന്നു. എന്താണ് വിശ്വസിക്കേണ്ടത്? യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. മറ്റ് ദേവന്മാരെന്ന് പറയുന്നവർക്കും നമ്മുടെ കർത്താവിനുള്ള വ്യത്യാസം, മറ്റുള്ളവരെല്ലാം ശവക്കല്ലറയിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ നമ്മുടെ യേശു 3-ാം നാൾ ജീവിച്ചെഴുന്നേറ്റു. യേശു ഇന്നും ജീവിക്കുന്നു. ആ കല്ലറയിൽ അവൻ അവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് എഴുതി വച്ചിട്ടുണ്ട്. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് അത് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. രണ്ടാമത് എന്താ ഏറ്റു പറയേണ്ടത്? യേശുവിന്റെ കർത്താവ് എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ കർത്തൃത്വം നടത്തിക്കൊണ്ടിരുന്നവൻ പിശാചാണ്. ഒരു 2 കർത്താക്കന്മാർ, ഒന്ന് യേശു അല്ലെങ്കിൽ പിശാച്. ഒന്നുകിൽ യേശു കർത്തൃത്വം നടത്തും അല്ലെങ്കിൽ പിശാച്. ഒരുവന്റെ ഹൃദയത്തെ ഭരിക്കുന്നത് ഒന്നുകിൽ പിശാച് അല്ലെങ്കിൽ യേശു. എന്നാൽ ഒരുവൻ പാപത്തിൽ ജനിച്ചതിനാൽ, പാപത്തിൽ വളരുന്നതിനാൽ, പാപത്തിൽ ജീവിക്കുന്നതിനാൽ അവനെ പിശാച് ഭരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവൻ പുതുതായി ജനിക്കുമ്പോൾ, ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ചു കഴിയുമ്പോൾ, യേശുവിന്റെ കർത്തൃത്വം അവൻ എന്ന് സ്വീകരിക്കുമോ അന്ന് മുതൽ യേശു അവനിലേക്ക് ഇറങ്ങി വരും. യേശുവിന്റെ മുഖപ്രകാശം വെളിപ്പെടുമ്പോൾ, ആമേൻ, സ്തോത്രം, ദൈവത്തിന്റെ തേജസ് അവനിൽ ഉദിക്കുമ്പോൾ ഇരുൾ ഓടി മറയും. പിശാച് ഇരുളാണ്, യേശു വെളിച്ചമാണ്. ഇരുളടഞ്ഞ ജീവിതം പ്രകാശമയമാകണമെങ്കിൽ ക്രിസ്തു നിന്റെ മേൽ ഉദിച്ചുയരണം. താങ്ക് യു ജീസസ്. യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വം നീ കൊടുക്കുമ്പോൾ യേശു നിന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരും. അപ്പോൾ നിന്റെ ഇരുണ്ട ജീവിതം മാറും. നിന്നെ അതുവരെ ഭരിച്ചുകൊണ്ടിരുന്ന പിശാച് ഓടി മറയും. യേശു ക്രിസ്തു നിന്റെ ഹൃദയത്തിൽ ഇരിപ്പിടും. ആമേൻ. ശ്രീഹരി
യേശു നിന്റെ ഹൃദയ സിംഹാസനത്തിലിരിക്കും. ഹല്ലേലൂയ. ആമേൻ. എത്ര പേർ പറയുന്നു ആമേൻ എന്ന്? എത്ര പേരുടെ ഹൃദയ സിംഹാസനത്തിൽ യേശു ഉണ്ട്? ഹല്ലേലൂയ. യേശു നമ്മെ ഭരിക്കുവാൻ ഏൽപ്പിക്കുന്നതാണ് കർത്തൃത്വം, ക്രിസ്തുവിങ്കലേക്ക് ഏൽപ്പിക്കുന്നത്. ആമേൻ. എന്നിട്ട് മർക്കോസ് സുവിശേഷം 16:16 പറയുന്നത്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയില്ല. അപ്പൊ വിശ്വസിക്കുന്നവൻ സ്നാനമേൽക്കും. ഹല്ലേലൂയ. വിശ്വസിച്ചിട്ട് സ്നാനം ഏൽക്കാതിരുന്നാൽ രക്ഷിക്കപ്പെടുമെന്നൊന്നും പറയുന്നില്ല. അപ്പൊ രക്ഷിക്കപ്പെടാൻ ഇവിടെ 2-3 വചനങ്ങളുമായിട്ട് 3 കാര്യം പറയുന്നു. ഒന്ന്, യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റു പറയണം. 2, യേശു ഉയർത്തെഴുന്നേറ്റെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. 3-ാമത്, വിശ്വസിച്ചവൻ സ്നാനപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ സ്നാനത്തെ കുറിച്ച് നമ്മൾ നോക്കിയാൽ ചിലര് സ്തോത്രം യേശുവിനെ വിശ്വസിച്ച് രക്ഷിതാവെ സ്വീകരിച്ച് കുറെ നാളുകൾ കാത്തിരിക്കും സ്നാനപ്പെടാൻ. ചിലര് പറയും ദൈവം വെളിപ്പാട് തരട്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ചാകുന്നവരെ വെളിപ്പാട് കിട്ടരുതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇതിലുള്ള വെളിപ്പാടിനേക്കാളും വേറൊരു വെളിപ്പാടില്ല. എല്ലാവരും ഒരു വലിയ ആമേൻ പറഞ്ഞിട്ട്. ചിലർ പറയും മഴ പെയ്യുന്നത് പോലെ, കുളിക്കുന്നത് പോലെ, ഞാൻ കുളത്തിനകത്ത് ഇറങ്ങുന്നത് പോലെയൊക്കെ കാണണമെന്ന്. ദൈവം തന്നെ കാണിക്കാതിരിക്കട്ടെ. കാണുന്ന സ്വപ്നം ഒക്കെ വെളിപ്പാടെന്ന് പറഞ്ഞ് അതുപോലെ ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ വേദപുസ്തകത്തിൽ വാള് പോലെ എഴുതി വെച്ചിട്ടുള്ള കാര്യത്തിന് ഇനി വേണോ വേണ്ടിയോ എന്ന് ചിലർ പറയും പ്രാർത്ഥിച്ച് നോക്കട്ടെ. ഇതിനൊന്നും ഉത്തരം കിട്ടത്തില്ല. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് ഉത്തരം. നീ 90 ദിവസം ഉപവസിച്ചാലും മാറി വേറൊരു ഉത്തരം ദൈവം തരാൻ പോകുന്നില്ല. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വെള്ളത്തിൽ ഇറങ്ങി മുന്നിൽ സ്നാനം എടുക്കണമെന്നല്ലാതെ വേറൊരു ഉത്തരം 90 ദിവസം വെള്ളം കുടിക്കാതെ പ്രാർത്ഥിച്ചാലും ദൈവം തരത്തില്ല. പിന്നെ നീ എന്തിനാ മെനക്കെടാൻ പോകുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് വേദപുസ്തക വചനത്തെ നീ കേട്ടുവെങ്കിൽ അത് സത്യമാണ്. ഇതിനേക്കാളും വേറൊരു വെളിപ്പാടില്ല. അത് ഏത് പോപ്പ്, ബിഷപ്പ്, പാസ്റ്റർ, പെന്തിക്കോസ്ത് പാസ്റ്റർ ആര് പറഞ്ഞാലും അത് സത്യവുമല്ല. ചിലർ ഇപ്രകാരം പറയും, മുന്നിൽ തന്നെ സ്നാനം എടുക്കണമെന്ന് വേദപുസ്തകത്തിലുണ്ടോ? എന്നാ ഞാൻ എടുക്കാം. ഹലോ, സ്നാനം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഇപ്പൊ മുങ്ങണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. തീത്തോസ് 3:5-6 വചനങ്ങൾ ഇന്നലെ നിങ്ങൾ വായിച്ചു. അതില് തമിഴ് ബൈബിൾ ആരുടെയെങ്കിലും ഉണ്ടോ? സിസ്റ്റർ ഒന്ന് വായിക്കുക അതിന്റെ 5-ാം വാക്യം. വളരെ ശ്രദ്ധിച്ചോണം. മലയാളത്തിൽ പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ മേൽ ധാരാളമായി പകരപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ നവീകരണം. അപ്പൊ പുനർജനന സ്നാനം, നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും. ഇനി അടുത്ത ഒരാൾക്ക് ചിലർക്ക് ഒരു ചോദ്യം ഉണ്ടാകും, പാസ്റ്റർ ശരിയായാലും തെറ്റായാലും ഒരു സ്നാനം എടുത്തുപോയി. സ്നാനം ഒന്നേ ഉള്ളൂ എന്നല്ലേ ബൈബിൾ വചനം? ഹലോ, പോസ്റ്റ് ഓഫീസിൽ നിങ്ങളുടെ ഒരു 10,000 രൂപ നിങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ട്. ഒരു ദിവസം പോസ്റ്റ് മാസ്റ്ററോട് പോയി പറഞ്ഞു, നിന്റെ കാശ് ഇങ്ങോട്ട് വേണം. അദ്ദേഹം പറഞ്ഞു, നിന്റെ കാശ് തരാമെന്ന് പറഞ്ഞു ഒരു ഫോം കൂടെ തരും. അതിനെ ശരിക്ക് ഫില്ലപ്പ് ചെയ്ത് ശരിയായി ഒപ്പിടണം. ഒപ്പിട്ട് കൊടുത്താൽ ആ കാശ് എടുക്കാൻ എത്ര ഒപ്പ് വേണം? എല്ലാവരും പറഞ്ഞാട്ടെ, എത്ര വേണം? എത്ര ഫോം വേണം? പക്ഷെ നീ നിനക്കിഷ്ടം പോലെ ഫില്ലപ്പ് ചെയ്ത് കൊടുത്ത് നീ പണ്ടത്തെ വേറെ ഒപ്പിട്ട് കൊടുത്താൽ അദ്ദേഹം പറയും, തെറ്റിപ്പോയി സിസ്റ്ററെ, വേറൊരു ഫോം തരും, ഒന്നുകൂടെ എഴുതിക്കോ. നീ 99 തെറ്റായി ഫില്ലപ്പ് ചെയ്ത് ഒപ്പിട്ട് കൊടുത്താൽ കാശ് കിട്ടത്തില്ല. പക്ഷെ കിട്ടാൻ എത്ര ഫോം വേണം? എല്ലാവരും കുറക്കെ പറഞ്ഞാട്ടെ, 1 മതി. ഒപ്പ് എത്ര വേണം? 1 മതി. പിന്നെ 99 എന്തുകൊണ്ട് കിട്ടിയില്ല? തെറ്റായ 99 എടുത്താലും ശരി, 1 ശരി. ശരിയായ 1 വേണം. അത് പ്രമാണത്തിലുണ്ടോ? വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം 2-3 വചനങ്ങൾ. ഫിലിപ്പോസ് കൈസരിയ വഴി കൊരിന്തിൽ വാക്യം മാത്രം വായിക്കാം. ഈ മൈക്ക് കൂടെ ഒന്ന് കൊടുക്കാം. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞു. എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം എന്ന് അവൻ അവരോട് ചോദിച്ചതിന് യോഹന്നാന്റെ സ്നാനം എന്ന് അവർ പറഞ്ഞു. അതിന് പൗലോസ്,
യോഹന്നാൻ മാനസാന്തര സ്നാനം കഴിപ്പിച്ചു. തന്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണം എന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. ഇവിടെ ഒരു സംശയം തീർത്തപ്പോൾ വേറൊരു സംശയം ഒരുപാട്. ഇത് കേട്ടിട്ട് യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റുന്നു. അപ്പൊ ഇനി യേശുവിൻ നാമക്കാരായി മാറിയാൽ എന്നാന്നും തോന്നും. പക്ഷെ അവിടെ തന്നെ അതിന്റെ ആൻസർ ഉണ്ട്. സ്തോത്രം. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അവർ പറഞ്ഞു അതുണ്ടെന്ന് പോലും. പിന്നെ നിങ്ങളുടെ സ്നാനം ഏതാണ് എന്ന് പറഞ്ഞാൽ നിന്റെ സ്നാനം ശരിയെങ്കിൽ അറ്റ്ലീസ്റ്റ് സ്നാന സമയത്തെങ്കിലും പരിശുദ്ധാത്മാവിന്റെ വാക്ക് കേൾക്കണം. ഹലോ, അതുകൊണ്ട് ഇവിടെ യേശുവിൻ നാമം എന്ന് പറയുന്നതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ പേരില്ലയോ? അന്നത്തെ യഹൂദന്മാർക്ക് നിക്ഷിപ്തമായി തോന്നിയ യേശുവിന്റെ നാമം അവിടെ ഉറക്കെ പ്രസ്താവിച്ചിരിക്കുന്നു എന്ന് മാത്രം. നമ്മൾ വചനത്തിൽ വായിക്കുമ്പോൾ അപ്പോൾ അറ്റ്ലീസ്റ്റ് സ്നാനത്തിൽ പിതാവിന്റെയും പുത്രന്റെയും യേശു കൽപ്പിച്ച വാക്കിൽ തന്നെയാണ് സ്നാനം എടുക്കേണ്ടത്. സ്തോത്രം. അപ്പോൾ നിങ്ങളുടെ സ്നാനം ശരിയെങ്കിൽ പരിശുദ്ധാത്മാവെന്ന വാക്ക് കേൾക്കാതിരിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് ആരെങ്കിലും യേശുവിൻ നാമം എന്ന് പറയുന്നെങ്കിൽ ഇതിൽ നിന്ന് മനസ്സിലായല്ലോ. രണ്ടാമത് നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട സത്യം, യോഹന്നാന്റെ സ്നാനം ഇവർ എടുത്തു. ആമേൻ. സ്നാനമാണ് അവരെടുത്തത്, പക്ഷെ നിയമപ്രകാരമുള്ള സ്നാനമല്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മൾ ഇനി രണ്ട് സ്നാനം എടുക്കണ്ട. യോഹന്നാൻ മാനസാന്തര സ്നാനം കൊടുത്തു, നമ്മൾ മാനസാന്തരപ്പെട്ട് സ്നാനം എടുക്കണം. ഹലോ. അല്ലെങ്കിൽ യോഹന്നാനെ കൊണ്ട് ആദ്യം മാനസാന്തര സ്നാനം, പിന്നീട് പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എടുക്കേണ്ടി വരുമായിരുന്നു. യോഹന്നാൻ എന്തോ കൊടുത്തേ? മാനസാന്തര സ്നാനം. അതുകൊണ്ട് നമ്മോട് കർത്താവ് പറഞ്ഞു, പത്രോസിന്റെ പ്രസംഗത്തിൽ എങ്ങനെ പറഞ്ഞ, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി സ്നാനമേൽപ്പി. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ സ്തോത്രം, ഇവിടെ തെറ്റായ ഒരു സ്നാനം എടുത്തത് കൊണ്ട് അത് പോരാ, ശരിയായ സ്നാനം അവർ എടുക്കേണ്ടി വന്നു. അതുകൊണ്ട് ഏതെങ്കിലും ഒരു അപ്പച്ചനോ അമ്മച്ചിയോ സഹോദരങ്ങളോ അബദ്ധത്തിൽ തെറ്റായാലും എടുത്തുപോയല്ലോ, സ്നാനം ഒന്നല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഇനി എടുക്കണ്ട എന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഈ സത്യത്തെ ഉറപ്പിച്ചു പറയുകയാണ്, നീ എടുത്തത് സ്നാനമല്ല. കൈകൾ ഉയർത്തി ഹല്ലേലൂയ പറയാം. സ്തോത്രം. യേശുവിൻ നാമത്തിലോ തളിച്ചോ ഒഴിച്ചോ കൊടിക്കീഴിൽ കൂടെ കടത്തിയോ ആമേൻ. സ്തോത്രം. അപ്പോൾ ഈ സ്നാനത്തിൽ അങ്ങ് വലിയ കാര്യമൊന്നും, ഹലോ, ഈ സ്നാനത്തിൽ അങ്ങ് വലിയ കാര്യമൊന്നും പിന്നെ കൊച്ചു കാര്യമാണുള്ളത്. ഇങ്ങനെ ആരെയും പറഞ്ഞാൽ അവൻ പരീശന്റെ മോനാണ്. യേശുവിനെ ക്രൂശിച്ച പരീശന്റെ മോനാണ് പറയുന്നത്. എങ്ങനെ അറിയാം? ലൂക്കോസ് 7:30. പ്രൈസ് ദി ലോർഡ്. വേഗത്തിൽ വായിക്കേ. ന്യായശാസ്ത്രം എങ്കിലും പരീശന്മാരും ന്യായശാസ്ത്രന്മാരും അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തെ